ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM-നുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരം വരെ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനെതിരെയും പിണറായി സർക്കാരിനെതിരെയും നടക്കുന്നത് പരസ്യമായ പൊട്ടിത്തെറിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് DYFI നേതാവായിരുന്ന മനു തോമസ് പാർട്ടി വിട്ടതിന് പിന്നാലെ CPM നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം താഴെത്തട്ടിൽ പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നതാണെന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. അതുമാത്രമല്ല, തോൽവിക്ക് കാരണമെന്ന് തിരിച്ചടിക്കുകയാണ് ജില്ലാ കമ്മിറ്റിയിൽ പാർട്ടിക്കാർ. ഈ പ്രതിഷേധങ്ങളിലെല്ലാം ഉത്തരം മുട്ടിക്കൊണ്ടിരുന്ന CPM-നെ ഞെട്ടിച്ചുകൊണ്ടാണ് പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങളുമായി വന്നത്. ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ പോകാൻ സ്വാതന്ത്ര്യമുണ്ടെന്നാണ് കരമന ഹരി ജില്ലാ കമ്മിറ്റിയിൽ തുറന്നടിച്ചത്. ഇത്തരത്തിൽ അവ്യക്തമായ ആരോപണം ഉന്നയിക്കാൻ പറ്റില്ലെന്നും ആ മുതലാളി ആരാണെന്ന് വ്യക്തമാക്കണമെന്നും പാർട്ടി സെന്ററിന് വേണ്ടി കമ്മിറ്റിയിൽ പങ്കെടുത്ത M സ്വരാജ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കരമന ഹരി മുതലാളിയുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് വിമർശനത്തിന്റെ ഉദ്ദേശലക്ഷ്യം പരിശോധിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. കരമന ഹരിയോട് വാക്കാൽ പാർട്ടി വിശദീകരണം ആവശ്യപ്പെട്ടു. മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിച്ചുവെന്നും കോടിയേരിയെ പോലെ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയാഞ്ഞത് എന്തുകൊണ്ടെന്നും കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു. ഇനിയും സമാനമായ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയരുമെന്നുള്ള ആശങ്കയിലാണ് പാർട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യവസായികളുമായി ബന്ധപ്പെട്ടെന്ന ആരോപണം ഉന്നയിച്ച കരമന ഹരി പാർട്ടി വിടാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സൂചനയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ ഉൾപ്പെടെ അന്വേഷണം നേരിടുന്ന കരമന ഹരി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. മുഖ്യമന്ത്രിയുടെ വിഷയം വന്നതോടെ ഇയാൾ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതേസമയം തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം പാർട്ടിക്കകത്തും പുറത്തുമുണ്ട്. അത്തരം രീതികൾ നടത്തുന്നവർ ഏത് തട്ടിലുള്ളവരായാലും പാർട്ടി അംഗീകരിക്കില്ല. തിരുത്തേണ്ടവ തിരുത്തുമെന്നും MV ഗോവിന്ദൻ കോഴിക്കോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ലെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കാര്യമായ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. പരമ്പരാഗതമായി കിട്ടിയിരുന്ന വോട്ടുകൾ BJP-യിലേക്കും കോൺഗ്രസിലേക്കുമായി പോയതായി പാർട്ടി സമ്മതിക്കുന്നു. അതിനിടെ കണ്ണൂരിൽ ഉൾപ്പെടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കാനും കൂടുതൽ CPM അനുഭാവികളെ പ്രവർത്തകരെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാനാണ് BJP ലക്ഷ്യമിടുന്നത്. EP ജയരാജൻ ഉൾപ്പെടെ പല പ്രമുഖ നേതാക്കളും BJP സ്തുതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുന്നേ ആലപ്പുഴയിൽ CPM അനുഭാവികളായ കുടുംബത്തിന്റെ വീട്ടിലേക്കുള്ള വഴിയടച്ച് CPM കൗൺസിലർ കൊടിനാട്ടിയിരുന്നു. തുടർന്ന് കുടുംബം പാർട്ടി നേതൃത്വത്തെ പരാതിയുമായി സമീപിക്കുകയും കാര്യമായ സഹായങ്ങൾ ലഭിക്കാതെ വരികയും ചെയ്തു. അതുമൂലം ആ കുടുംബം ഉൾപ്പെടെ 136 CPM അനുഭാവികളാണ് CPM ബന്ധം ഉപേക്ഷിച്ച് അന്ന് BJP-യിൽ ചേർന്നത്. ഇത്തരത്തിൽ പാർട്ടിയുടെ ചെയ്തികളാലും നേതാക്കന്മാരുടെ അഴിമതികളാലും മനം മടുത്തിരിക്കുകയാണ് പാർട്ടിക്കാരും അനുഭാവികളും. തിരുത്തൽ നടപടികളെല്ലാം പേരിന് മാത്രം ഒതുങ്ങുമെന്നാണ് അവർ കരുതുന്നത്. ഇത് പാർട്ടിയിൽ നിന്നും കൂടുതൽ ആൾക്കാർ ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.